ഉറപ്പായിട്ടും നമ്മളത് ആവശ്യപ്പെടണമല്ലോ. ഞങ്ങൾ ചെയ്തില്ലേ ഞങ്ങളെ ജനങ്ങൾ പരിഹസിക്കില്ലേ? അല്ല, അത് മന്ത്രിയല്ലല്ലോ തീരുമാനിക്കേണ്ടത്, മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കേണ്ടത്. അല്ല, അതല്ല, മുഖ്യമന്ത്രി പറയട്ടെ രാജിവെക്കേണ്ട ആവശ്യമില്ല ഈ കേസിലെന്ന് പിണറായി വിജയൻ ഒന്ന് പറയട്ടെ, കേരളത്തിലെ ജനങ്ങളോടൊന്ന് പറയട്ടെ. അപ്പൊ ഞങ്ങൾ ബാക്കി കൂടി പറഞ്ഞുതരാം. അതേ ചോദിച്ചത് 2013 ഇതായിരുന്നില്ലല്ലോ. സ്വന്തം മന്ത്രിസഭയിലെ വല്ലവരുടെ മന്ത്രിസഭയിലാവുമ്പോ ഇതാവാം, സ്വന്തം മന്ത്രിസഭയിലാവുമ്പോ ഇതൊരു കുറ്റകൃത്യം അല്ല എന്നാണ്, ഇരട്ടത്താപ്പാണ്. മനസ്സിലായല്ലേ? അപ്പൊ ഞങ്ങൾ ആ കപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്ന പടത്തിന്റെ അടിയിൽ ഞങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഞങ്ങൾ അടിക്കുറിപ്പിടുക. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുക. ഉറപ്പായിട്ട് ചെയ്യുമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി വിധിയുള്ളതാണ്, നിയമങ്ങളുള്ളതാണ്. അതായത് ഒരു വ്യക്തി അറിയാതെ അയാളുടെ വ്യക്തിഗതമായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, ചോർത്താൻ പാടില്ല. ചോർത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ കേസ്. അതാണ്. അതുകൊണ്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ അതിന്റെ മീതെ പോവും. അതിന്റെ മീതെയും കോടതി ഉണ്ടല്ലോ, സുപ്രീം കോടതി വിധിയുണ്ട്. ഞങ്ങൾ ഈ വിധിയിൽ സംതൃപ്തരല്ല. അല്ല, തെളിവ് കൊടുത്തിട്ടുണ്ടല്ലോ, ലെറ്റർ അയച്ച കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ കൊടുത്ത ലെറ്റർ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടല്ലോ. മാത്രമല്ല, ഇത് കൊടുത്തതാണെങ്കിൽ ഇത് ഇങ്ങനെ അയച്ചത് നല്ലതാണ് എന്ന് കോടതി പറഞ്ഞത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ അത് അയച്ചിട്ടുണ്ടെന്നല്ലേ കോടതി സമ്മതിച്ചല്ലോ. പിന്നെ തെളിവിന്റെ ആവശ്യമില്ലല്ലോ. കോടതി ഒരു കമന്റ് കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് അയച്ചത് നല്ല ഭരണത്തിന്റെ സന്ദേശമാണെന്നൊരു കമന്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തെളിവ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അയച്ചിട്ടുണ്ടെന്നല്ലേ? അല്ല, രണ്ട് കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇതിന് തെളിവില്ല എന്ന്. രണ്ട്, ഇത് അയച്ചത് നല്ല സന്ദേശമാണ് നൽകുന്നത്, നല്ല ഭരണത്തിന്റെ സന്ദേശമാണ്. പിന്നെ തെളിവിന്റെ ആവശ്യമില്ലല്ലോ, അയച്ചത് നല്ല കാര്യമാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്യും. ഞങ്ങളതിനെ നിയമപരമായി അത് ഏതാണ് നിയമപരമായ നടപടിക്രമങ്ങൾ ആലോചിക്കും. കാരണം ഒരു വ്യക്തിയുടെയും ഡാറ്റ ചോരാൻ പാടില്ല എന്നുള്ളത് അതിന് പ്രൊട്ടക്ഷൻ നിയമമുണ്ട്, ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമമുണ്ട്. സുപ്രീം കോടതി വിധി അല്ല, കോടതി വിധിക്കെതിരായി കോടതി വിധി സന്തോഷമാണെങ്കിൽ ഞങ്ങൾ അപ്പീൽ പോകുമെന്ന് പറയില്ലല്ലോ. കോടതി വിധിയിൽ ഞങ്ങൾ സംതൃപ്തരല്ല, അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായി അപ്പീൽ പോകും. കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമുണ്ട്, ഡാറ്റ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് അറിയാതെ ചോർത്തിയതാണ്. മനസ്സിലായേ? അറിയാതെ ചോർത്തിയതാണ്. ചോർത്തിയെന്നത് കോടതി തന്നെ സമ്മതിച്ചല്ലോ. കോടതി തന്നെ പറഞ്ഞത് നല്ല കാര്യമാണെന്നല്ലേ പറഞ്ഞത്. അത് അയച്ചത് സന്ദേശം അയച്ചതെന്ന് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ കോടതി പറഞ്ഞത്. അത് ഞങ്ങൾക്ക് അത് പരാതി ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അപ്പീൽ പോകും. അതൊരു നടപടിക്രമമല്ല, തുടങ്ങിയതല്ലോ, നമ്മൾ വന്നല്ലോ. നമ്മൾ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ KPCC അതൊക്കെ ഓരോരുത്തർ വെറുതെ ചെയ്യുന്നതാണ്. KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരാളും അവിടെ സ്ഥാനാർത്ഥിയും തീരുമാനിക്കേണ്ട, ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണതും തീരുമാനിക്കേണ്ട. അത് പാർട്ടി നേതൃത്വം, കേരളത്തിലൊരു പാർട്ടി നേതൃത്വമുണ്ട്, UDF നേതൃത്വമുണ്ട്. അവർ നേതാക്കളുമായിട്ടും ഹൈക്കമാൻഡുമായിട്ടൊക്കെ ആലോചിച്ച്, ഘടകകക്ഷി നേതാക്കളായിട്ട് ആലോചിച്ച് സീറ്റ് വിഭജനം നടത്തും. സീറ്റ് വിഭജനം പാർട്ടിയുടെ താഴെ തട്ടിലല്ല നടത്തേണ്ടത്. അങ്ങനെ നേതാക്കന്മാര് അറിവോടുകൂടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേതാക്കന്മാർ ശാസിക്കപ്പെടും, ഒരു സംശയമില്ല. അവർ ചെയ്യാൻ പാടില്ലാത്ത ഒരാള് സ്വയം സ്ഥാനാർത്ഥി അല്ലല്ല, അത് KPCC പ്രസിഡന്റ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആരും സ്വയം സ്ഥാനാർത്ഥിത്വം ഇപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, എന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് പാർട്ടി. ഞാൻ മത്സരിക്കണോ വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. എന്നോട് എന്റെ അവിടെ ഇപ്പൊ നമ്മളവിടെയൊക്കെ പാർട്ടി പ്രവർത്തകര് മതിലൊക്കെ വൈറ്റ് വാഷ് ചെയ്തിട്ട് അപ്പൊ എഴുതട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കാര്യം തീരുമാനിച്ചിട്ടില്ല, എന്റെ കാര്യം പാർട്ടി ഞാൻ മത്സരിക്കണോ വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. പാർട്ടി തീരുമാനിക്കാതെ എഴുതാൻ പറ്റുമോ? പാർട്ടി തീരുമാനിക്കാതെ ചിഹ്നം വരയ്ക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ലല്ലോ. അത് തന്നെയാണ് ഞങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്ത നിർദ്ദേശം. അതിലൊന്നും വെള്ളം ചേർക്കാൻ ആരും ചെയ്യാൻ പാടില്ല. തെറ്റായ ഇതാണ്. ഒരു കാരണവശാലും അത് അനുവദിക്കുകയില്ല ആരായാലും. അല്ല, അതൊക്കെ പാർട്ടിയല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടി ഞാൻ എന്റെ അഭിപ്രായം ഞാൻ ഇവിടെ അല്ലല്ലോ, നിങ്ങളോടല്ലല്ലോ പറയുന്നത്. എനിക്ക് അഭിപ്രായം ഉണ്ടാക്കാൻ കാര്യത്തിലേക്ക് ആ അഭിപ്രായം പാർട്ടി നേതൃത്വത്തോടെ. അല്ല, നമ്മളറിയാലോ, ഇതിപ്പോ വൈകി നമ്മളെല്ലാം പ്രതീക്ഷിച്ച 1-ാം തീയതി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന. കഴിഞ്ഞ 2 അസംബ്ലി ഇലക്ഷനും 1-ാം തീയതിയാണ് ഡിക്ലെയർ ചെയ്ത്. ഇത്രയും നീണ്ടുപോകുന്ന നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ CPM 8-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് CPM പ്രഖ്യാപിച്ചു 8-ാം തീയതി ചെയ്തില്ല. അവർക്ക് സ്ഥാനാർത്ഥി ആകാഞ്ഞിട്ടല്ലോ. നമ്മളും അത് ആ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് പൂർത്തിയാക്കി ഏത് സമയത്തും 24 hour നോട്ടീസിൽ ഇപ്പൊ CPM പ്രഖ്യാപിച്ചെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെന്ന് വിചാരിച്ചു. വിത്തിൻ 24 hour നോട്ടീസിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റും. ഇനി ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ
അല്ല ഡിക്ലെയർ ചെയ്തു. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അല്ലല്ലോ, ഡിക്ലെയർ ചെയ്യാണല്ലോ ആദ്യം, പിന്നീടാണല്ലോ നോട്ടിഫിക്കേഷൻ വരും. വന്നോർത്തു. അപ്പോഴും ഞങ്ങൾക്ക് 24 മണിക്കൂറിലോ 48 മണിക്കൂറിലോ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായമൊക്കെ ഉണ്ട്. ഒരു 140 സീറ്റിൽ ഒരേ അഭിപ്രായമൊന്നുമല്ല. ഇപ്പൊ ഞങ്ങൾ കോൺഗ്രസ് പരിഗണിക്കുന്ന 85 തൊട്ട് 90 സീറ്റ് വരെ ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് ചെയ്യും, ഞങ്ങൾ തമ്മിൽ തർക്കിക്കും. അത് അല്ല, ആർക്കാണ് വിജയസാധ്യത എന്നുള്ളതിന്റെ വിവിധ വശങ്ങളാണ് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ CPM-ലെ പോലെ മോളിൽ നിന്നൊന്നും എഴുതി കൊടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പറയണ പോലെ ഒന്നുമല്ല. ഞങ്ങൾ തമ്മിൽ ചർച്ച നടത്തും, ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് ചെയ്യും, ഞങ്ങൾ തമ്മിൽ തർക്കിക്കും. പക്ഷെ ഞങ്ങളൊരു തീരുമാനം എടുക്കും. ഞങ്ങൾ അവസാനം നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ട് അവിടെ ഏറ്റവും വിജയസാധ്യതയും മറ്റ് ബാലൻസും എല്ലാം നോക്കിയിട്ട് തീരുമാനിക്കും. ഞങ്ങൾ നല്ല നിരന്തരമായി ചർച്ച നടക്കും. ഞങ്ങൾ ചർച്ച തുടങ്ങിയിട്ട് 2 ആഴ്ച 3 ആഴ്ചയായി. ഞങ്ങൾ സംസാരിക്കും. ഓരോ സീറ്റും എടുത്ത് വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. ഓരോ സീറ്റിനെ കുറിച്ചും അറിയാവുന്ന നേതാക്കന്മാരുണ്ട്, കൃത്യമായി അറിയാവുന്ന നേതാക്കന്മാരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സീറ്റിലെ പഴയകാല ചരിത്രവും ഇപ്പോഴത്തെ സാഹചര്യവും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും അവിടുത്തെ സോഷ്യൽ ബാലൻസും മറ്റു കാര്യങ്ങളും നന്നായി അറിയാവുന്ന നേതാക്കളാണ് ഉള്ളത്. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ ജില്ലാ നേതൃത്വമായിട്ടും അവിടുത്തെ നിയോജകമണ്ഡലം നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള സംശയങ്ങൾ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ തീർക്കും. വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യപരമായ വഴിയിലാണ്. അല്ലാതെ കുറേ ഗ്രൂപ്പ് നേതാക്കന്മാരോ കൂടി വീതം വെച്ചെടുക്കുന്ന പരിപാടിയൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ഏറ്റവും നല്ല രീതിയിലാണ്, ഏറ്റവും ഭംഗി. എനിക്കാണെങ്കിൽ നല്ല സംതൃപ്തിയുണ്ട് ആ കാര്യത്തിൽ. വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും കൂടിയിരുന്നിട്ട് ആരോഗ്യകരമായ അന്തരീക്ഷത്തിലാണ് ചർച്ച നടന്നത്. അതിന്റെ ഗുണം ആ റിസൾട്ട് കൂടി ഉണ്ടാവും. ആദ്യ പട്ടികയിൽ എത്ര സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന അത് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 50 മുതൽ 60 വരെ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ പറ്റും. പിന്നെ കുറച്ചല്ലേ ഉള്ളൂ. അത് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നോക്കട്ടെ, നമ്മൾ എപ്പോഴാണ് CEC കൂടുന്നതെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് വരെയുള്ള ചർച്ച ചെയ്തിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു നടപടിക്രമമാണ്. ആ ഡോക്കറ്റ് പോയിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഡോക്കറ്റ് റെഡിയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, വളരെ ഭംഗിയായിട്ട് തീരും.